നക്ഷത്രതാര, ഗ്രഹസ്ഥ ഗുലാബി, ജ്യോതിഷ്മതി, ചന്ദ്രമ മൈസ്തവരാത്രി എന്ന് കാളിദാസൻ രഘുവംശത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൽ അനേകായിരം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അനേകം കോടി ചെറു താരകങ്ങളും ഉണ്ടെങ്കിലും ചന്ദ്രൻ ഉണ്ടായാലേ രാത്രി പ്രഭാമയാകുന്നുള്ളൂ. അജ്ഞതയാവുന്ന അന്ധകാരത്തെ അകറ്റി അറിവിന്റെ അത്ഭുത പ്രകാശത്തിലേക്കും സുരക്ഷിതമായ ഭാവിയും ലക്ഷ്യമിട്ട് ഉന്നത വിദ്യാഭ്യാസ ആരംഭം എന്ന അനുഗ്രഹ നിമിഷത്തിൽ പങ്കാളികളാവുന്ന ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇരുണ്ട താഴ്വാരങ്ങളിലേക്ക് പ്രഭാതത്തിൽ സൂര്യരശ്മി എത്തുന്നതിന് മുമ്പേ വൻ കൊടിമുടികൾ ഏറ്റുവാങ്ങി നന്മയുടെയും സത്യത്തിന്റെയും ഊർജത്തിന്റെയും ഉഗ്രപ്രകാശം ഇരുളടഞ്ഞ താഴ്വാരങ്ങളിലേക്ക് പ്രതിഫലിക്കുന്ന പോലെ അജ്ഞതയാവുന്ന കുന്നുകളെ നിരപ്പാക്കി അറിവിന്റെയും ആത്മീയതയുടെയും ആത്മവിശ്വാസത്തിന്റെയും സമഭാവനയുടെയും സമത്വ സുന്ദരമായ ഭാവിയിലേക്ക് കൈപിടിച്ചെടുത്തുന്ന സെയിന്റ് ആന്റണീസ് കോളേജ് പെരുവന്താനം എന്ന സരസ്വതി ക്ഷേത്രത്തെ തിരഞ്ഞെടുത്ത മിടുക്കന്മാർക്കും മിടുക്കികളെയും ഞാൻ ഏറെ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. ഇവിടെ പരിശീലനമല്ല, പകരം ഫോർമേഷനാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതുവഴി യഥാർത്ഥ ഭാരതീയന്മാരായി നിങ്ങളെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. കുറഞ്ഞ ചെലവിൽ മൂല്യമുള്ള വിദ്യാഭ്യാസം സാധാരണക്കാരിലേക്ക് എന്ന മുഖ്യ ലക്ഷ്യത്തിലൂന്നി 1992 കാഞ്ഞിരപ്പള്ളിയിൽ ആരംഭിച്ച സെന്റ് ആന്റണീസ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി നാടുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 5 ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി 1500 വിദ്യാർത്ഥികളുമായി ഇന്ന് ഈ മേഖലയിലെ വ്യക്തമായ സാന്നിധ്യം ഉറപ്പിച്ച് മുന്നേറുമ്പോൾ ഈ കോളേജിന്റെ സ്ഥാപനം കിഴക്കിന്റെ നവവിദ്യാഭ്യാസ പ്രവാചകനുമായിരുന്ന ഡോക്ടർ ആന്റണി നെരപ്പേലിന്റെ സ്നേഹോജ്ജലമായ ഓർമ്മയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലി. AICTയുടെയും UGC നാക് അക്രഡിറ്റേഷനും UGC 2F ലിസ്റ്റും അംഗമായിട്ടുള്ള ഈ കോളേജിന് ഏറെ ഉന്നതി നൽകുന്നതാണ് 5 റാങ്കുകൾ. 5 റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ സ്മരിക്കുന്നു. BSc സൈബർ ഫോറൻസിക് 100% പാസ്സാണ് ഈ വർഷം നേടിയെടുത്തത്. 212 കോളേജിലാണ് MG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് കോളേജ്. ഈ അഫിലിയേറ്റഡ് കോളേജുകളിൽ നമ്മുടെ കോളേജിന് മാത്രമാണ് 100% വിജയം കൈവരിക്കാൻ സാധ്യമാക്കുന്നത്. ശ്രീ ബെന്നി തോമസ്, ദ വേൾഡ് ക്ലാസ് ലീഡർ. ബഹുമാനമുള്ള നിരപരാധത്തിന് ശേഷം ഈ കോളേജിനെ ലോകത്തിന്റെ അതിർത്തി വരെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ശ്രീ ബെന്നി തോമസ് എന്ന് വിളിക്കുന്ന സാഗോ ഇന്റർനാഷണലിന്റെ ഫൗണ്ടറും ഒപ്പം ഈ കോളേജിന്റെ ആദരണീയ ചെയർമാനെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇവിടെ സനാതന മൂല്യങ്ങളിലും സത്യങ്ങളിലും ഊന്നിയ ക്രൈസ്തവ ദർശനങ്ങളിൽ അടിയുറച്ച് മുന്നേറുന്ന കോളേജാണിത്. രാവിലെ ടീച്ചേഴ്സ് 7 മിനിറ്റിന്റെ പ്രാർത്ഥനയുണ്ട് ഇവിടെ. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ഇവിടെ കുർബാനയും ആരാധനയും ഉണ്ട്. പെരുവന്താനം സെയിന്റ് ജോസഫ് ഫൊറോൻ ചർച്ചിന്റെ വികാരിയുടെ നേതൃത്വത്തിലാണ്. ഈ കോളേജിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ CA, CMA, ACCA, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഫാഷൻ ടെക്നോളജി, ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ പഠിപ്പിച്ച് ഈ നാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി എക്കാലവും ഈ കോളേജ് നിലകൊള്ളുന്നു എന്നത് ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഞാൻ നീട്ടുന്നില്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി നമ്മുടെ കോളേജിന്റെ ഡിഗ്രി ഓണേഴ്സ് പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബിഷപ്പ് മാർ മാത്യു അറക്കൽ. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിൽ ആരാണോ നിഷ്കാമമായും നിസ്വാർത്ഥമായും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനാണ് യഥാർത്ഥ വിജയായി തീരുന്നത്. ഇതാ ഇവിടെ യഥാർത്ഥ വിജയി ക്രിയാത്മകമായ ചിന്തകളാൽ സമൂഹത്തിൽ തന്റെ ജീവിതം തന്നെ മാതൃകയാക്കിയ അഭിമന്യ പിതാവ് മാർ മാത്യു അറക്കൽ, ഹൈറേഞ്ചിന്റെ കാർഷിക മുന്നേറ്റത്തിന് നാന്ദി കുറിച്ച പീരുമേട് അർബൻ സൊസൈറ്റിയുടെ സ്ഥാപകൻ, വിദ്യാഭ്യാസ രംഗത്ത് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ, ആതുര ശുശ്രൂഷ രംഗത്ത് MMD ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഹൈറേഞ്ച് മെഡിക്കൽ സെന്റർ, സഹ്യാദ്രി ആയുർവേദിക് ഫാർമസി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുടെ പ്രാണേതാവ്, സഹകരണ രംഗത്ത് സഹ്യാദ്രി കോപ്പറേറ്റീവ് ബാങ്ക് ഉൾപ്പെടെ കേരളത്തിലെ ആദ്യ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപകൻ, കാർഷിക രംഗത്ത് ഓർഗാനിക് ഫാമിംഗിന്റെ അപസ്തോലൻ, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ മുൻ ഉപദേഷ്ടാവ്, ജീവൻ ടിവിയുടെയും രാഷ്ട്രദീപ ദിനപത്രത്തിന്റെയും മുൻ ചെയർമാൻ,
സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നിരവധി കമ്മീഷൻ അംഗം, കർഷകർക്ക് വേണ്ടി എക്കാലവും നിലകൊണ്ടിട്ടുള്ള അഭിവന്യ പിതാവ്. സൂര്യൻ അനാദിയും അനന്തവുമാണ് പ്രപഞ്ചം പോലെ. 1000 സൂര്യ തേജസ്സോടുകൂടി ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ കാർഷിക രംഗത്ത് അതുല്യ പ്രഭ മാത്യു പിതാവിന് ഏറ്റവും വലിയ സ്നേഹ ബഹുമാന ആദരവുകളോടെ സെന്റ് ആന്റണീസ് കോളേജ് ഫാമിലി പേരിൽ ഊഷ്മളമായ സ്വാഗതം നേരുന്നു. ഉന്നത വിദ്യാഭ്യാസ ആരംഭം എന്ന മഹാസമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരളത്തിന്റെ ഗുരുശ്രേഷ്ഠൻ ഡോക്ടർ ശ്രീ തോമസ് സാർ. മഹാനായ തിരുവള്ളുവരുടെ വാക്കുകളിൽ എല്ലാ വിളക്കും വിളക്കല്ല, സത്യമാണ് യഥാർത്ഥ വിളക്ക്. എല്ലാ സംസാരവും സംസാരമല്ല, പകരം വിനയത്തോടുകൂടിയുള്ള സംസാരം അമൂല്യ രത്നമത്രേ. ഇതാ ഇവിടെ ഒരു അമൂല്യ രത്നം ഡോക്ടർ ശ്രീ തോമസ് സാർ. പ്രമുഖ ഗാന്ധിയനും ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനും വൈസ് ചാൻസലറുമായിരുന്ന ഗുരുശ്രേഷ്ഠൻ, ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ മുൻ അംഗം, നിരവധി കർമ്മ മണ്ഡലങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വത്തിനുടമ, അധ്യാപന രംഗത്ത് 65 വർഷങ്ങൾ പിന്നിടുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ പ്രകാശ ഗോപുരം, പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന സർവശ്രീ RV തോമസിന്റെയും മിസ്സസ് RVയുടെയും പുത്രൻ, സാമൂഹിക സാംസ്കാരിക രംഗത്ത് വിളങ്ങി പ്രകാശിക്കുന്ന മഹനീയ വ്യക്തിത്വത്തിനുടമ, അറിവെന്ന പ്രകാശം സ്നേഹത്തോടും നിശ്ചയദാർഢ്യത്തോടും ശാന്തതയോടും കൂടി പകർന്നു നൽകുന്ന ആദരണീയ ഗുരുശ്രേഷ്ഠൻ ഡോക്ടർ ശ്രീ തോമസ് സാറിന് സ്നേഹോജ്ജലമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മഹാസമ്മേളനത്തിന് ആമുഖ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ബെന്നി തോമസ്. ഉപനിഷത്തിലെ പ്രാർത്ഥന പോലെ സാമ്രാജ്യമോ മോക്ഷമോ നഷ്ടമോ ഞാൻ കാക്ഷിക്കുന്നില്ല, പകരം യാതന അനുഭവിക്കുന്നവരുടെ വിമോചനം മാത്രമാണ് ലോകത്തിലെ ടോപ്പ് 10 ഇവന്റുകളായ ഫിഫ വേൾഡ് കപ്പ്, ഫോർമുല 1, റഗ്ബി ഗെയിംസ് ഉൾപ്പെടെ വരാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിന്റെയും കേറ്ററിംഗ് ഡിവിഷൻ നോക്കുന്ന കമ്പനിയുടെ ഉടമയും നിഷ്കാമ കർമ്മം ചെയ്ത് മുന്നേറി വരുന്ന ശ്രീ ബെന്നി തോമസിന് ഊഷ്മളമായ സ്വാഗതം. നമ്മുടെ പെരുവന്താനം ഫോറൻ ചർച്ചിന്റെ ആദരണീയ വികാരിച്ചൻ ബെലിറോൾ സെബാസ്റ്റ്യൻ താഴത്തുവീട്ടിൽ, നമ്മുടെ വിനയം വലുതാകുമ്പോൾ നാം ഉജ്ജ്വല വിജയത്തോടെടുക്കുന്നു എന്ന രവീന്ദ്രനാഥ് ടാഗോറിന്റെ വാക്കുകൾ അനർത്ഥമാക്കി എളിമയോടും സ്നേഹത്തോടും പ്രവർത്തിച്ചു വരുന്ന ബെലിറോൾ സെബാസ്റ്റ്യൻ താഴത്തുവീട്ടിന് ഊഷ്മളമായ സ്വാഗതം നേരുന്നു. കാഞ്ഞിരപ്പള്ളി സെന്റ് തോമസ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പലും പ്രമുഖ മാധ്യമനുഷ്യനുമായ സുന്ദര സമീപനങ്ങളിൽ വ്യത്യസ്തനായ റവറൻഡ് ഡോക്ടർ ജെയിംസ് ഇലഞ്ഞിപ്പുറമച്ചനും ഊഷ്മളമായ സ്വാഗതം ഞാൻ നേരുകയാണ്. നമ്മുടെ ആധ്യാത്മികമായ ആചാര്യരായ റവറൻഡ് ഫാദർ ജോസഫ് വാഴപ്പനാടി, റവറൻഡ് ഫാദർ ജോസഫ് മൈലാടി, റവറൻഡ് സിസ്റ്റർ ടീന, റവറൻഡ് സിസ്റ്റർ സിസി എന്നിവർക്കും ഊഷ്മളമായ സ്വാഗതം ഞാൻ നേരുകയാണ്. കോളേജിന്റെ സെക്രട്ടറിയും മികച്ച അധ്യാപകനുമായ ശ്രീ ടി ജോമൻ ജേക്കബ്, PTA പ്രസിഡന്റ് ശ്രീ ജോർജ് പൂരമറ്റം, പ്രോഗ്രാം കൺവീനർ സുവർണ രാജു, ജോയിന്റ് കൺവീനർ അക്ഷയ്, വൈസ് പ്രിൻസിപ്പൽ ബോബി സാർ, രശ്മി രതീഷ്, സ്റ്റാഫ് സെക്രട്ടറി ഷാൻഡി, കോളേജ് സൂപ്രണ്ടന്റ് ജസ്റ്റിൻ ജോസ് എന്നിവർക്കും ഊഷ്മളമായ സ്വാഗതം ഞാൻ നേരുകയാണ്. ഈ അക്കാഡമിക് വർഷത്തിൽ 5 റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുള്ള എക്സ മരിയ ജോൺസ്, അഞ്ജന ജയ്, ഷഫീന ഷഫീഖ്, ശിവപ്രിയ ചന്ദ്രൻ, ഗൗരി കൃഷ്ണ KS എന്നിവർക്കും 100% വിജയം കൈവരിച്ച BSc സൈബർ ഫോറൻസിക് ബാച്ചിന്റെ പ്രതികൾക്കും ഊഷ്മളമായ സ്വാഗതം നേരുന്നു. അവരെ കഴിഞ്ഞ ആഴ്ചയിൽ കോളേജിന്റെ പ്രഖ്യാപിത നയമായ സ്വർണ്ണ മോതിരം കൊടുത്ത കാഞ്ഞിരപ്പള്ളിയുടെ അഭിവന്യ പിതാവ് മാർ ജോസ് പുളിക്കൽ അവരെ ആദരിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈ അക്കാഡമിക് വർഷം ഇവിടുന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ആദരണീയരായ മാതാപിതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം ഞാൻ ഏറെ ആദരവോടെ നേരുന്നു. പ്രമുഖ റഷ്യൻ എഴുത്തുകാരനായ ഡോസ്റ്റോവസ്കി പറഞ്ഞിരിക്കുന്ന പോലെ മനുഷ്യർക്ക് അവരുടെ കുറവുകൾ കണ്ടെത്താനാണ് താല്പര്യം. ഈ കുറവുകൾ അന്വേഷിച്ചാൽ ജീവിതം താറുമാറാകും. എന്നാൽ ടോൾസ്റ്റോയ് പറഞ്ഞിരിക്കുന്നത് പോലെ there is a kingdom of God within you. ഈ നന്മയുടെ രാജ്യമാണ് കണ്ടെത്തേണ്ടത് എന്ന് ഈ വർഷം അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഒറ്റയടി പാതയിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു ദൈവാശ്രയ ബോധമുണ്ടാകുന്നത്
മുന്നോട്ടുള്ള വിജയത്തിന് ഏറെ വഴി വിളക്കാകും എന്നതിൽ സംശയമില്ല. നമ്മുടെ മനോജ് കുമാർ എന്ന് വിളിക്കുന്ന സിനിമാ സംവിധായകൻ 12th ഫെയിൽ എന്ന് വിളിക്കുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ സിനിമയില് വളരെ കാര്യമായ ഒരു IPS ഓഫീസറുടെ കഥയാണ് പറഞ്ഞു വെക്കുന്നത്. ആ കഥ നല്ല സന്ദേശങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഫോക്കസ് ഓൺ ഡിറ്റർമിനേഷൻ ടു ഓവർകം obstacles, being different. Change is hard, but it is fruitful. മാറ്റം ഭയങ്കര വേദനാജനകമാണ്. ഓബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, അവയെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ദൈവാശ്രയ ബോധത്തോടെ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രതിസന്ധികളില്ലാത്ത ലോകമില്ല. പ്രതിസന്ധികൾ ഒരു ആവേശമാണ്, സിനിമ അല്ല, ഒരു ആവേശമാണ്. ആവേശത്തോടെ ലക്ഷ്യത്തിലേക്ക് കടക്കുന്നവർക്ക് എന്നും സർവശക്തനായ ദൈവം വിജയം തരുമെന്ന് സംശയമില്ല. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരാകുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ടും, യേശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ ലിഖിതമാണ് കോളേജ് ഏറ്റവും ബിബ്ലിക്കൽ വേർഡ്സ് ആയിട്ട് തിരഞ്ഞെടുത്തുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. നിരപേക്ഷമുണ്ടായിരുന്ന കാലത്ത് 23-ാം സങ്കീർത്തനമായിരുന്നു ആവർത്തിച്ച് പറഞ്ഞിരുന്നത്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഗരുഡൻ എന്ന് വിളിക്കുന്നത് ദൈവങ്ങൾ സഞ്ചരിക്കുന്ന പക്ഷിയാണ്. ഏറെ ഉയരങ്ങളിൽ കൂടുകൂട്ടുന്ന പക്ഷി, ഉന്നതമായ ചിന്തയുള്ള പക്ഷി, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുടെ 15 കിലോമീറ്റർ അപ്പുറത്തുള്ള കാഴ്ചയെ കൃത്യമായ പക്ഷി. അങ്ങനെ ഈ കുന്നിൻ മുകളിൽ ഉന്നതമായ ദൈവാശ്രയ ബോധത്തോടുകൂടി ഈ കലാലയത്തെ തിരഞ്ഞെടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഒരിക്കൽ കൂടി ഞാൻ ഊഷ്മളമായ സ്വാഗതം നേർന്നുകൊണ്ടും, അഭിവന്ദ്യ പിതാവിന് ഒരിക്കൽ കൂടി ഈ കോളേജിൽ എത്തുവാൻ സന്മനസ്സത്തിന് അഡ്വാൻസായി നന്ദി പറഞ്ഞുകൊണ്ടും സ്നേഹാദരവോടെ ഊഷ്മളമായ സ്വാഗതം നേരുന്നു. നന്ദി, നമസ്കാരം.